ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ തമ്മനെയിൽ കണ്ട പോലെ നമ്മളൊരു പേപ്പർ ഉപയോഗിച്ച് റാബിറ്റിന് ഉണ്ടാക്കാനായിട്ട് പോവാണ്. സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്യാനോ അതോ പശയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. വെറും പേപ്പർ ഫോൾഡ് ചെയ്തിട്ടാണ് ഈ ഒരു ആർട്ട് വർക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഒറിഗാമി എന്ന ജാപ്പനീസ് ആർട്ട് വർക്കാണ്. സോ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. എൻ്റെ പേര് സച്ചിൻ. ഐ എം ആൻ ആർട്ടിസ്റ്റ് and I have a dream. Welcome to my art channel. This is artist Sachin. അപ്പോൾ നമ്മുടെ ഒറിഗാമി റാബിറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യം ഒരു സ്ക്വയർ പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് 15x15 സെൻറ്റിമീറ്ററാണ്. 15x15 സെൻറ്റിമീറ്ററാണ് ഈ ഒരു പേപ്പറിൻ്റെ സൈസ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഞാനിവിടെ വൈറ്റ് റാബിറ്റിന് ഉണ്ടാക്കാനായിട്ടാണ് ഈ ഒരു വൈറ്റ് പേപ്പർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ നേരെ പകുതി ഇങ്ങനെ മടക്കുക. ആദ്യം നേരെ പകുതി മടക്കുക, എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് വീണ്ടും അതിൻ്റെ നേരെ പകുതി മടക്കുക. അപ്പോൾ ഒരു സെൻറ്ററിലൊരു പ്ലസ് പോലെ നമുക്ക് കിട്ടും. ആ മാർക്ക് നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നേരെ പകുതി മടക്കുന്നത്. നല്ല രീതിയിൽ മടക്കി ഓപ്പൺ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് ഇതുപോലെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അത് കഴിഞ്ഞാലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ഇതിൻ്റെ പകുതി, ഈ ഒരു മാർക്ക് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം, ഇതിൻ്റെ പകുതിയിൽ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ സെൻറ്ററിലേക്ക് മടക്കുകയാണ്. അപ്പോൾ നമുക്ക് താഴെയായിട്ട് വീണ്ടും 1 2 3 4 റെക്റ്റാങ്കിൾസ് കിട്ടും. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ ഇങ്ങനെ മടക്കണം. കണ്ടോ? അപ്പോൾ നമുക്ക് ഇത്രയും റെക്റ്റാങ്കിൾസ് കിട്ടുന്ന മടക്കമുള്ള പേപ്പറായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തുനിന്ന് വീണ്ടും നടുക്കിലേക്ക് നമ്മൾ മടക്കുകയാണ്, സെൻറ്ററിലേക്ക് മടക്കുകയാണ്. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് മടക്കുകളൊക്കെ കൃത്യമാണെന്ന് ചെക്ക് ചെയ്യണം. ഇങ്ങനെ മടക്കുകയാണ്. കണ്ടോ? അപ്പോൾ നമുക്ക് താഴെ ഇത്രയും ബോക്സസ്, ഇത് ആക്ച്വലി ചതുരങ്ങളായിരിക്കും. 1 2 3 4 5 6 7 8 ചതുരങ്ങൾ കിട്ടും. ഇനി ചെയ്യേണ്ട കാര്യം വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഈ ഒരു കോർണർ ഉണ്ടല്ലോ, അത് ഇവിടേക്ക് എത്തിക്കണം, ഇതിൻ്റെ സെൻറ്ററിലേക്ക് എത്തിക്കണം. നമ്മുടെ ആദ്യം പ്ലസ് ഇട്ടല്ലോ, അതിൻ്റെ സെൻറ്ററിലേക്ക് ഈ കോർണർ എത്തിക്കണം. അപ്പോൾ എങ്ങനെ എത്തിക്കുക? അതിങ്ങനെ മടക്കിയിട്ട് വേണം എത്തിക്കാനായിട്ട്. നമ്മൾ പണ്ട് പ്ലെയിനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മടക്കുമല്ലോ, പേപ്പർ പ്ലെയിനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏകദേശം അതുപോലെ തന്നെ ഇങ്ങനെ മടക്കി എത്തിക്കുക. അതുപോലെ തന്നെ മറ്റേ കോർണറും സെൻറ്ററിലേക്ക് എത്തിക്കണം. ഈ ഒരു കോർണറും നമുക്കത് സെൻറ്ററിലേക്ക് എത്തിക്കണം. എന്നിട്ട് നീറ്റായിട്ട് ആ മടക്കുകൾ നീറ്റായിട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് മുന്നോട്ട് തുടർന്നു പോകാം. ഇത് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ അറ്റം, ഇപ്പോൾ നമ്മൾ നേരത്തെ മടക്കിയല്ലോ, അത് ഓപ്പൺ ചെയ്തു. ഈ അറ്റം നേരെ ഇവിടേക്ക് ടച്ച് ചെയ്യിക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ മടക്കേണ്ടി വരും. പേപ്പർ മൊത്തത്തിൽ ഇങ്ങനെ മടക്കേണ്ടി വരും. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഈ ഒരു രീതിയിൽ പേപ്പർ മൊത്തത്തിലായിട്ട് മടക്കി, ഇതിങ്ങനെ മടക്കി നല്ല രീതിയിൽ അമർത്തുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡയഗണലായിട്ട് ഒരു ലൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ മടക്കണം. അതായത് ഈ ടോപ്പ് റൈറ്റിലെ ആ ഒരു കോർണറും ഇതും കൂടി തമ്മിൽ ഇങ്ങനെ മടക്കണം. എന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേ ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതേ ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടി കണ്ടിട്ട് ഒന്നും കൂടി ചെയ്ത് നോക്കണം നിങ്ങൾ. ഇപ്പോൾ ഇവിടെ കറക്റ്റ് സെൻറ്ററിൽ ഒരു പ്ലസ് ചിഹ്നം പോലെ ഉണ്ടാവും, പിന്നെ ഒരു ഇൻഡു മാർക്ക് പോലെ ഉണ്ടാവും, പിന്നെ ചെറിയ ചെറിയ സ്ക്വയേഴ്സും, പിന്നെ താഴെ ഇങ്ങനെ ഒരു വി ഷേപ്പും ഉണ്ടായിരിക്കും. ഇത്രയും മടക്കുകളാണ് നമ്മൾ ഇപ്പോൾ ഇട്ടത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വി ഷേപ്പ് ഇവിടെ വരുന്ന രീതിയിൽ പേപ്പർ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഈ സൈഡ് ഇങ്ങനെ സെൻറ്ററിലോട്ട് മടക്കുക, ഇപ്പുറത്തെ സൈഡും സെൻറ്ററിലോട്ട് മടക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മുടെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, താഴത്തെ ഭാഗം ഇങ്ങനെ വിരലുകൊണ്ട് പിടിച്ചിട്ട്, കണ്ടോ, ഈ 2 വിരലുകൊണ്ട് ഇങ്ങനെ പിടിച്ച് താഴത്തെ ഫ്ലാപ്പ് ഇങ്ങനെ താഴത്തെ ഈ ഒരു കോർണർ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അതിങ്ങനെ വിടർന്ന് മുകളിലോട്ട് ഇങ്ങനെ വരും. ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക്
അത് എത്തിക്കാനായിട്ട് പറ്റും. കണ്ടോ, ഈ ഒരു ഷേപ്പിലേക്ക് കിട്ടി. മറ്റേ ഭാഗം അതുപോലെ തന്നെ തള്ളവിരൽ ഉപയോഗിച്ച് വെറുതെ തള്ളുമ്പോൾ തന്നെ ഇങ്ങനെ വിടർന്ന് ഈ ഒരു ഭാഗത്തേക്ക് പതിയെ ഇങ്ങനെ കിട്ടും. സോ ഇത് നമുക്ക് എത്തിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗമാണ് കുറച്ച് ട്രിക്കി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. പിന്നെ നിങ്ങളൊന്ന് നല്ല രീതിയിലൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തോളൂ. ഇനി ഈ കിട്ടിയ ഈ ഒരു രൂപം ഉണ്ടല്ലോ, ഇതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ തിരിക്കുക. കണ്ടോ, ഇപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്നത് തള്ളവിരൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ തിരിച്ചു റൊട്ടേറ്റ് ചെയ്തു ഇങ്ങനെ കൊണ്ടുവന്നു. ഇത്രയേ ഉള്ളൂ, കൺഫ്യൂഷനൊന്നും ആക്കണ്ട, ഇത്രയേ ഉള്ളൂ. കണ്ടോ, തിരിച്ചിങ്ങനെ എത്തിച്ചു. നേരത്തെ ഇങ്ങനെയായിരുന്നു, അതിങ്ങനെ തള്ളവിരൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഭാഗം തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തിച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ പ്ലെയിനൊക്കെ ഉണ്ടാക്കുമ്പോൾ മടക്കുന്ന പോലെ തന്നെ ഈ ഒരു കോർണർ ഇങ്ങനെ മടക്കണം. കണ്ടോ, ഈ ഒരു രീതിയിൽ മടക്കണം. അപ്പുറത്തെയും അതുപോലെ തന്നെ ആ ഒരു കോർണർ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ മടക്കണം. ഒന്നുമില്ല, ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മളെന്താ ചെയ്ത് ഇങ്ങനെയായിരുന്നു, അത് ഈ ഒരു കോർണർ എടുത്ത് ഇങ്ങോട്ടേക്ക് ടച്ച് ചെയ്യിപ്പിച്ചു, സെൻറ്ററിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ലൈനിലേക്ക് ടച്ച് ചെയ്യിപ്പിച്ചു. ഈ ഒരു കോർണർ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ടച്ച് ചെയ്യിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗം എന്താ സംഭവം എന്ന് നമുക്ക് നോക്കാം, എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് നോക്കാം. ബാക്കോട്ടൊന്ന് തിരിച്ച് നോക്കാം. ബാക്ക് ഭാഗം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ നമുക്ക് മടക്കാം. കണ്ടോ, ഇങ്ങനെ മടക്കി ഇങ്ങനെ കൊണ്ടുവരാം. ബാക്കിൽ ഇങ്ങനെയായിരുന്നു ആദ്യം, അതിങ്ങനെ മടക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ച് നോക്കാം. തിരിച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിൻ്റെ ടിപ്പ് ജസ്റ്റ് ഒന്ന് അകത്തേക്കൊന്ന് മടക്കുക. ഒരു കുഞ്ഞ് ഭാഗം എടുത്തിട്ട് അകത്തേക്കൊന്ന് മടക്കി വയ്ക്കുക. കണ്ടോ, ഈ ഒരു ഭാഗത്തേക്ക് ടിപ്പ് ഒരു ചെറിയ ഭാഗം എടുത്ത് അകത്തേക്ക് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിരിച്ച് നോക്കാം. ഇപ്പം ഇങ്ങനത്തെ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് സെൻറ്ററിൽ ഇങ്ങനെ മടക്കുക, ഫുള്ള് സെൻറ്ററിലായിട്ട് ഇങ്ങനെ മടക്കുക, നല്ല രീതിയിലൊന്ന് അമർത്തുക. അപ്പോൾ നമുക്ക് ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊയിലിൻ്റെ ചെവി കേട്ടോ. ഇത് പതിയെ മുകളിലോട്ട് ഈ ഒരു ടിപ്പ് പിടിച്ചിട്ട് പതിയെ മുകളിലോട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തല ഇങ്ങനെ പൊന്തി വരുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടും. പതിയെ മുകളിലോട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. ഈ ഒരു അറ്റം ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. കണ്ടോ, അപ്പോൾ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന പോലത്തെ ഒരു ഫീല്. എന്ത് ചെയ്തു, ഇതിങ്ങനെ അമർന്നിരിക്കുകയായിരുന്നു, അത് പതിയെ മുകളിലോട്ട് ആക്കി ഈ ഒരു ഭാഗം ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മടക്ക് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഈ ഒരു ബാക്ക് ഭാഗം ശരിയാക്കാനുണ്ട്. അതിനായിട്ട് നമ്മുടെ ഈ ഒരു കോർണർ എടുത്തിട്ട് ഇവിടേക്ക് ടച്ച് ചെയ്യിപ്പിക്കുക. ഇതിൻ്റെ ഈ ഒരു സെൻറ്ററിലേക്ക് ഈ ഒരു കോർണർ ഈ ഒരു സെൻറ്ററിലേക്ക് ടച്ച് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യിപ്പിക്കുക മടക്കിയിട്ട്. അപ്പോൾ ഈ ഇങ്ങനെ ചെരിഞ്ഞൊരു മടക്കി ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടും. ഒന്നുമില്ല, ഈ ഒരു കോർണർ ഇവിടേക്ക് ടച്ച് ചെയ്യിപ്പിച്ചു. സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവസാനത്തെ സ്റ്റെപ്സിലേക്ക് കിടക്കുകയാണ്. ഇനി ഈ ഒരു ഷേപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു മടക്ക് അവിടെ വന്നിട്ടുണ്ട്. താഴത്തെ ഭാഗം ഓപ്പൺ ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഈ ഒരു മടക്കിലൂടെ ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കുക. കണ്ടോ, ഈ ഒരു മടക്ക് വന്നിട്ടുണ്ട്, അത് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി ഇത്തരത്തിലൊരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇതെടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ബാക്ക് ഭാഗം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫൈനൽ സ്റ്റെപ്പാണ്, ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഈ ഒരു സെൻറ്റർ ഉണ്ടല്ലോ, ഈ സെൻറ്ററിൽ ഈ ഒരു കോർണർ അത് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ടച്ച് ചെയ്യിപ്പിക്കണം. അപ്പോൾ സെൻറ്ററിലായിട്ടൊരു മടക്ക് ഇങ്ങനെ വരും. ഇങ്ങനെ കണ്ടോ, അതായത് ഈ സെൻറ്ററിലത്തെ കോർണർ ഇങ്ങോട്ടേക്ക് ടച്ച് ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ ഇവിടത്തെയും. അപ്പോൾ ഇവിടെ ഈ ഒരു ഡയഗണൽ പോലെ ഒരു ചുളിവ് ഇങ്ങനെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. കണ്ടോ, അപ്പോൾ നമുക്ക് കാലിൻ്റെ ഷേപ്പിൽ കറക്റ്റ് കിട്ടും. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഇങ്ങനെയായിരുന്നു, ഇവിടെ ഇങ്ങനെ 2 ചുളിവുകൾ ഉണ്ടാക്കി എന്നിട്ട് ഇങ്ങനെ മടക്കി വെച്ചു. അപ്പോൾ അതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ ക്യൂട്ടായിട്ടുള്ള മൊയിലിൻ്റെ ഷേപ്പ്, റാബിറ്റിൻ്റെ ഷേപ്പ് കിട്ടും. പക്ഷെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്, നമുക്ക് ചെവി ഒന്നും കൂടി ശരിയാക്കാനുണ്ട്. അപ്പോൾ ചെവി എങ്ങനെ ശരിയാക്കാന്ന് വെച്ചാൽ ചെവി ഇങ്ങോട്ടേക്കൊന്ന് മടക്കുക, താഴത്തേക്കൊന്ന് 2 ചെവിയും കൂടി ഇങ്ങനെ താഴത്തേക്കൊന്ന് മടക്കുക. അവിടെ ഒരു ചുളിവ് ഉണ്ടാക്കി വയ്ക്കുക. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെവിയുടെ ആ ഉൾഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഒന്ന് വിടർത്തി വയ്ക്കുക.
അപ്പോഴാണ് മൊയിലിൻ്റെ ചെവിയുടെ ഷേപ്പിലേക്ക് അത് എത്തുള്ളൂ. ഉൾഭാഗം നല്ല രീതിയിലൊന്ന് വിടർത്തി വയ്ക്കുക. കണ്ടോ? അപ്പോൾ കറക്റ്റ് മൊയിലിൻ്റെ ചെവിയുടെ ഷേപ്പിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊയിലിൻ്റെ ഒറിഗാമി ആർട്ട് വളരെ ഈസി ആണെന്ന് തോന്നുമെങ്കിലും അത്ര ഈസി അല്ല. സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ പേപ്പേഴ്സ് എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ആർട്ട് വർക്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.